ഹലോ, സാബിൾ ഒരു പുതിയ എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് വന്നിരിക്കുന്നത് ന്യൂസിലൻഡ് നഴ്സിംഗ് കൗൺസിലിൻ്റെ പുതിയ അപ്ഡേഷനെ പറ്റി സംസാരിക്കാനാണ്. അതിൽ വന്നിരിക്കുന്ന ചേഞ്ചസിനെ പറ്റി നിങ്ങൾക്ക് ഇൻഫർമേഷൻ തരാൻ വേണ്ടിയിട്ടാണ്. നമ്മളെല്ലാ പ്രാവശ്യം ചെയ്യാറുള്ളത് പോലെ തന്നെ കുറേ നാളുകളായിട്ട് എല്ലാവരും ഒരു ടെൻഷനോടുകൂടി പറഞ്ഞുകൊണ്ടിരുന്ന കാര്യമാണ് 2024 നേഴ്സസിനുള്ള ക്യാപ്പ് ന്യൂസിലൻഡിൽ നിർത്തുകയാണെന്നുള്ളത്. അപ്പോൾ നമ്മൾ അതിനെപ്പറ്റി നേരത്തെയും സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ കറക്റ്റായിട്ട് ഒരു ഒഫീഷ്യലായിട്ടുള്ള അനൗൺസ്മെൻറ്റ് നഴ്സിംഗ് കൗൺസിലിൻ്റെ വെബ്സൈറ്റിൽ വന്നിരിക്കുകയാണ്. അപ്പോൾ അതെന്താണെന്നുള്ളതിൻ്റെ ക്ലിയർ ആയിട്ടുള്ള ഒരു ലിങ്ക് നമ്മൾ ഈ വീഡിയോടൊപ്പം തന്നെ താഴെ കൊടുക്കുന്നതായിരിക്കും. നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാകാൻ വേണ്ടിയിട്ട് അത് കയറി വെരിഫൈ ചെയ്യാം. അപ്പോൾ അതിലെന്താണെന്ന് നമ്മളൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരാനാണ് ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ വന്നിരിക്കുന്ന ചേഞ്ചസ് എന്താണെന്ന് കറക്റ്റായിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഡിസംബർ 2023, അതായത് ഡിസംബർ മാസം 2023 വരെ ഇപ്പോൾ CGFNS ചെയ്തവരും നഴ്സിംഗ് കൗൺസിലിൽ ആപ്ലിക്കേഷൻ ഇരിക്കുന്നവർക്കും ഒന്നുകൊണ്ടും പേടിക്കേണ്ട കാര്യമില്ല. അത് നിങ്ങളെ അഫക്റ്റ് ചെയ്യത്തില്ല. കാരണം ന്യൂസിലൻഡിൻ്റെ റൂൾ അനുസരിച്ച് ഇപ്പോൾ നാളെ ഒരു റൂൾ ചേഞ്ച് വരുവാണെങ്കിൽ, നമ്മൾ നേരത്തെ ഇതിനെപ്പറ്റി സംസാരിച്ചിട്ടുള്ളതാണ്, നാളെ ഒരു റൂൾ ചേഞ്ച് വരുവാണെങ്കിൽ ഇന്ന് വരെ ചെയ്യുന്ന എല്ലാ പ്രോസസ്സിങ് അല്ലെങ്കിൽ എല്ലാം പഴയ റൂൾ അനുസരിച്ച് തന്നെയായിരിക്കും പോകുന്നത്. അപ്പോൾ ഡിസംബർ 2023 വരെ എല്ലാ നഴ്സിംഗ് കൗൺസിലിരിക്കുന്ന എല്ലാ ആപ്ലിക്കേഷൻസിലുള്ള കാൻഡിഡേറ്റ്സിൻ്റെ DL കിട്ടുമ്പോഴും അവർക്ക് ക്യാപ്പ് തന്നെ ആയിരിക്കും ചെയ്യുന്നത്. അപ്പോൾ 2024 ആയാലും അവർക്ക് ഇപ്പോൾ കിട്ടുന്ന DL പോലെ തന്നെ 1 ഇയർ ടൈം ഫ്രെയിം ഉണ്ട്. ആ സമയത്ത് തന്നെ നിങ്ങൾക്ക് ക്യാപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. പക്ഷേ 2024 ജനുവരി 1 തൊട്ട് നഴ്സിംഗ് കൗൺസിലോട്ട് പോകുന്ന എല്ലാ ആപ്ലിക്കേഷൻസിലും കിട്ടുന്ന DL എല്ലാം പുതിയ പാത്വേ അനുസരിച്ചായിരിക്കും പോകുന്നത്. പുതിയ പാത്വേയിൽ എന്താണ് ചെയ്യേണ്ടതെന്നുള്ള കാര്യം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാം. അതിന് മുമ്പ് തന്നെ ഒരു ക്ലാരിഫിക്കേഷന് വേണ്ടിയിട്ട് ഞാൻ ക്ലിയർ ആയിട്ട് പറയുകയാണ്. ഡിസംബർ 2023 വരെ CGFNS കംപ്ലീറ്റ് ചെയ്ത്, നിങ്ങളുടെ മെയിൻ എയിം CGFNS കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളതായിരിക്കണം. CGFNS കംപ്ലീറ്റ് ചെയ്ത് നഴ്സിംഗ് കൗൺസിലിൻ്റെ പേയ്മെൻറ്റ് ചെയ്ത് നഴ്സിംഗ് കൗൺസിൽ ആപ്ലിക്കേഷൻ ഇട്ടിരിക്കുന്ന ആൾക്കാർ പാനിക്കാവേണ്ട കാര്യമില്ല. ഇതിപ്പോൾ സെപ്റ്റംബറാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് ഇനഫ് ടൈമുണ്ട്. ഇപ്പോൾ സ്കോർ കിട്ടിയിട്ടുള്ള ആൾക്കാർക്ക് ഒന്നുകൊണ്ട് പേടിക്കേണ്ട കാര്യമില്ല. നിങ്ങൾ മാക്സിമം എഫേർട്ട് എടുത്ത് CGFNSൻ്റെ പ്രോസസ്സിങ് കംപ്ലീറ്റ് ചെയ്യുക. നഴ്സിംഗ് കൗൺസിൽ ആപ്ലിക്കേഷൻ ഇടുക. ഡിസംബർ 2023 തീരുന്നതിന് മുമ്പ് നിങ്ങൾക്ക് കിട്ടുന്ന DLൽ എന്തായാലും ക്യാപ്പ് തന്നെയായിരിക്കും ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടായിരിക്കുക. ഇനി സ്കോർ കിട്ടാത്തവരായിരിക്കും ഏറ്റവും കൂടുതൽ ടെൻഷൻ അടിച്ച് പോയിരിക്കുന്നത്, അല്ലേ? അപ്പോൾ 3 സ്കോഴ്സൊക്കെ വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്തവർക്കാണെങ്കിലും ഇനിയും സമയമുണ്ട്. 3-4 മാസമുണ്ട്. നിങ്ങൾ കണ്ടിന്യൂസ് OETയുടെ അല്ലെങ്കിൽ IELTSൻ്റെ ഡേറ്റ് എടുത്തുകൊണ്ടിരിക്കുക. എത്രയും പെട്ടെന്ന് തന്നെ സ്കോർ കിട്ടാനുള്ള സ്കോർ എഴുതിയെടുക്കാൻ നോക്കുക. CGFNSൻ്റെ പ്രോസസ്സിങ് കംപ്ലീറ്റ് ചെയ്യുക. നഴ്സിംഗ് കൗൺസിലിൽ ആപ്ലിക്കേഷൻ ഇടുക. 2 മൊഡ്യൂൾ ഒക്കെ കിട്ടാനുള്ളവരാണെങ്കിലും ഒന്നും കൊണ്ട് ഇപ്പോൾ പലരും ഇപ്പോൾ OET എഴുതി അല്ലെങ്കിൽ IELTS എഴുതി 2 മൊഡ്യൂൾ ക്ലിയറായി, 2 മൊഡ്യൂൾ കിട്ടാനുണ്ട്. അപ്പം ഇവർ ഞങ്ങൾക്ക് ഇനി കിട്ടുമോ എന്ന് ഓർത്ത് ഇപ്പോൾ റൂൾ ചേഞ്ച് വന്നതുകൊണ്ട് നിങ്ങൾ CGFNS സ്റ്റാർട്ട് ചെയ്യാതിരിക്കേണ്ട. CGFNS ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്താലും നിങ്ങൾക്ക് ഇനഫ് ടൈമുണ്ട് ഈ പറഞ്ഞ ഡിസംബർ 2023 മുമ്പ് നിങ്ങളുടെ നഴ്സിംഗ് കൗൺസിൽ ആപ്ലിക്കേഷൻ എത്തിക്കാനുള്ള. കാരണം നിങ്ങൾ ഇപ്പോൾ ഉള്ള സ്കോർ വെച്ച് നിങ്ങൾ CGFNS പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്യുക. നിങ്ങളുടെ ഡോക്യുമെൻറ്റ്സ് എല്ലാം അയക്കുന്ന ആ സമയം നിങ്ങൾക്ക് ഒരിക്കലും വേസ്റ്റ് ആക്കാതെ തന്നെ ആ ഒരു സൈഡിൽ കൂടെ ഡോക്യുമെൻറ്റ്സ് വിടുമ്പോൾ നിങ്ങൾക്ക് ഇനഫ് ടൈമുണ്ട് നിങ്ങൾക്ക് OETയുടെ ഈ സ്കോർ എഴുതിയെടുക്കാൻ. അത് അപ്ഡേറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ CGFNSൻ്റെ റിപ്പോർട്ട് വരും. അത് CGFNS ചെയ്തുകൊണ്ടിരിക്കുന്നവർക്കാണെങ്കിൽ ക്ലിയർ ആയിട്ട് നമുക്ക് മനസ്സിലാവും. അപ്പം അവരോടൊക്കെ ചോദിക്കുക. എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ എന്ന് പറയുകയാണെങ്കിൽ 2 സ്കോറെങ്കിലും കിട്ടിയവർ എത്രയും പെട്ടെന്ന് CGFNS സ്റ്റാർട്ട് ചെയ്യുക. ക്യാപ്പ് എന്ന പാത്വേ തന്നെ നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റും. ഇപ്പം സ്കോർ ഓൾറെഡി എല്ലാം കിട്ടിയവർ ഒന്നുകൊണ്ടും ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല, പാനിക്കാവേണ്ട കാര്യമേ ഇല്ല. ഈ പ്രോസസ്സിങ് എന്ന് പറയുന്നത് ഇനിയും നിങ്ങൾക്ക് ഇനഫ് ടൈമുണ്ട്. 4 മന്ത്സോളം ഉണ്ട്. ഇതിനകത്തുള്ളിൽ നിങ്ങൾക്ക് CGFNS കംപ്ലീറ്റ് ചെയ്യാനും നഴ്സിംഗ് കൗൺസിലോട്ട് പോകാനും സാധിക്കും. എന്താണ് 2024 ജനുവരി 1 മുതലുള്ള ആൾക്കാർക്ക് സംഭവിക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ അതെന്താണ് ആ പാത്വേ എന്നുള്ളതാണ് ഇനി അടുത്തത് പറയാൻ പോകുന്നത്. ഇപ്പോൾ ന്യൂസിലൻഡ് സ്വപ്നം കണ്ട് OET അല്ലെങ്കിൽ IELTS പഠിച്ചു തുടങ്ങിയവരോ അല്ലെങ്കിൽ ഇതിനെപ്പറ്റി പ്ലാൻ ചെയ്യുന്നവരോ പേടിക്കേണ്ട കാര്യമില്ല. ഇപ്പോൾ നിങ്ങൾക്ക് ക്യാപ്പ് അല്ലെങ്കിലും എന്താണ് ചേഞ്ചസ് എന്നാണ് ഇനി ഞാൻ സംസാരിക്കാൻ പോകുന്നത്. അത് ഇപ്പോൾ വന്നിരിക്കുന്ന ഒരു അപ്ഡേഷൻ പ്രകാരം എന്താണോ നമുക്ക് മനസ്സിലായത് അതിനെപ്പറ്റിയാണ് സംസാരിക്കുന്നത്. ഇതിനെപ്പറ്റിയുള്ള കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഇനി വരും ദിവസങ്ങളിൽ അല്ലെങ്കിൽ വരും മാസങ്ങളിൽ ആ ഡേറ്റുകളോട് അടുത്ത് 2024 അടുത്ത് അപ്ഡേഷൻസ് ഉണ്ടാകും. അപ്പോൾ നമുക്ക് വീണ്ടും ക്ലിയർ ആയിട്ട് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് വീഡിയോ ചെയ്യാം. ഇപ്പോൾ നമുക്ക് മനസ്സിലായിരിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ 2024 ജനുവരി 1 മുതൽ നഴ്സിംഗ് കൗൺസിലോട്ട് പോകുന്ന എല്ലാ ആപ്ലിക്കേഷനും, അതായത് നഴ്സിംഗ് കൗൺസിൽ ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന എല്ലാവർക്കും പുതിയ പാത്വേ ആയിരിക്കും വരുന്നത്. പുതിയ പാത്വേ എന്ന് പറഞ്ഞാൽ 2 എക്സാംസ് ആണുള്ളത്. ഒന്ന് തിയററ്റിക്കൽ എക്സാമാണ്. ആ തിയററ്റിക്കൽ എക്സാം നിങ്ങൾ ഏത് കൺട്രിയിലാണോ ഇരിക്കുന്നത് ആ കൺട്രിയിൽ ഇരുന്നുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്.
അല്ലെങ്കിൽ ന്യൂസിലൻഡിൽ വന്നു കഴിഞ്ഞിട്ടും ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. അപ്പം ഒന്ന് അതാണ്, ആ പാത്വേ കഴിഞ്ഞ് കഴിഞ്ഞാൽ, ആ ഒരു എക്സാം കഴിഞ്ഞ് കഴിഞ്ഞാൽ രണ്ടാമത്തേന്ന് പറയുന്നത് ഒരു ഓസ്കിയാണ്. അതൊരു ക്ലിനിക്കൽ എക്സാമിനേഷനാണ്. അപ്പോൾ അതിനകത്ത് നിങ്ങളുടെ പ്രൊഫഷണൽ സ്കിൽസൊക്കെ നിങ്ങളെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഓസ്കി എന്ന് പറഞ്ഞിരിക്കുന്ന എക്സാം. അതൊരു 3 ദിവസം കൊണ്ട് ന്യൂസിലൻഡിൽ തന്നെ വന്ന് ചെയ്യേണ്ട ഒരു എക്സാമാണ്. ഓസ്കി എന്ന് പറഞ്ഞ് നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഓസ്കി എന്ന് വെച്ചാൽ ഒബ്ജക്റ്റീവ് സ്ട്രക്ചേർഡ് ക്ലിനിക്കൽ എക്സാമിനേഷൻ. അപ്പോൾ ഈ ഒരു അപ്ഡേഷൻ വരുന്നതിന് മുമ്പ് തന്നെ, ഇപ്പോൾ ഞാൻ പഠിച്ച കോളേജ് ലോൺസെയിലാണ്, അവിടെ ഇതിനു മുമ്പും ഓസ്കി തന്നെ. ഇപ്പോൾ ഞാൻ ഓസ്കി പഠിച്ചിട്ടാണ് ക്യാപ്പ് ഫിനിഷ് ആയത്. ക്യാപ്പിൻ്റെ ഒരു ഭാഗമായിട്ട് ഓസ്കി ഉണ്ടായിരുന്നു. അപ്പോൾ അതിലും കുറച്ചുകൂടി വിപുലീകരിച്ച രീതിയിലായിരിക്കാം ഇനി വരാൻ പോകുന്ന ഓസ്കി വരുന്നത്. അപ്പം അത് 3 ദിവസത്തേക്ക് കണക്കെയാണ് നമ്മുടെ ഈ അപ്ഡേഷനിൽ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ അതിനെപ്പറ്റി ക്ലിയർ ആയിട്ടുള്ള ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു അപ്ഡേഷൻ വന്നു കഴിയുമ്പോൾ നമുക്ക് അതിനെപ്പറ്റി സംസാരിക്കാം. അപ്പോൾ അതിനെപ്പറ്റി ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങൾ നോർമലായിട്ട് പഠിച്ച് പാസ്സാവുക, എത്രയും പെട്ടെന്ന് പ്രോസസ്സിങ് കംപ്ലീറ്റ് ചെയ്യാൻ നോക്കുക. ഇൻ കേസ് നിങ്ങൾക്കത് പറ്റിയില്ല, ജനുവരി 1 വരെ ആയിട്ടും നിങ്ങൾക്ക് നഴ്സിംഗ് കൗൺസിലിലേക്ക് ആപ്ലിക്കേഷൻ ഇടാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അടുത്ത വഴി നോക്കും. അല്ലാണ്ട് ഇത് വൺസ് ഒരു സിസ്റ്റം അവർ അപ്ഡേറ്റ് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ ഉടനെ അത്ര ടഫായിട്ടുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് നഴ്സിംഗ് കൗൺസിൽ ഒരിക്കലും ഒരു BSc നഴ്സിംഗ് ഒക്കെ പാസ്സായി ഇത്രയും OETയും IELTSഉം ഒക്കെ പാസ്സായിട്ടുള്ള ഒരാൾക്ക് നാട്ടിലും അല്ലെ ഓവർസീസിലൊക്കെ ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ള നഴ്സസൊക്കെ ആകുമ്പോഴത്തേക്കിനും ഒരിക്കലും നിങ്ങൾക്ക് ടഫായിരിക്കില്ല. അത് ഇപ്പോൾ ഉള്ള പാത്വേ കംപ്ലീറ്റ് ചെയ്യാൻ നോക്കുക. അതെല്ലാം പറ്റിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അടുത്ത ഒരു ഓപ്ഷനിലോട്ട് പോവുക. ഇനി രണ്ടാമതായിട്ട് വന്നിരിക്കുന്ന ചേഞ്ചിനെ പറ്റി ഞാൻ ഇത്രയും പ്രത്യേകം എടുത്തു പറയുകയാണ്. നിങ്ങൾക്കറിയാം, നഴ്സിംഗ് കൗൺസിലിൽ ഒരു കേസ് മാനേജർ അസൈൻ ആകാനായിട്ട് ഒരു 20 വർക്കിംഗ് ഡേയ്സ് ഒക്കെ ആയിരുന്നു ഇപ്പോൾ എടുത്തുകൊണ്ടിരുന്ന റീസെൻ്റ്ലിയൊക്കെ. ഇപ്പോൾ അവർ ഈ ചേഞ്ചസിൻ്റെ കൂടെ തന്നെ ടൈം ഫ്രെയിം കൂട്ടിയിരിക്കുകയാണ്. നഴ്സിംഗ് കൗൺസിലിൽ കേസ് മാനേജർ അസൈനായി ഒരു DL ഇഷ്യൂ ചെയ്യാൻ അവരുടെ ഹോൾ പ്രോസസ്സിന് അവർ എടുക്കുന്ന ടൈം ഫ്രെയിം അവർ കൂട്ടിയിരിക്കുകയാണ്. അത് 3 months ആണ് അവർ പറയണത്. അപ്പോൾ അതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യുന്ന ഈ സമയം എന്ന് പറയുന്നത് 45 വർക്കിംഗ് ഡേയ്സ് ഒക്കെ എടുക്കാം ഒരു കേസ് മാനേജർ അസൈൻ ആകാൻ തന്നെ. അത് കഴിഞ്ഞിട്ട് ബാക്കി അസസ്മെൻറ്റ് കംപ്ലീറ്റ് ആയി DL ഇഷ്യൂ ചെയ്യാനായിട്ട് അവർക്ക് 3 months ടൈം അലോട്ട് ചെയ്തിരിക്കുന്നുണ്ട്. അതിന് കാരണം ഹൈ വോളിയൂം ഓഫ് ആപ്ലിക്കേഷൻസ് ആണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇനിയും അത് കൂടാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ അവർക്ക് അത് മുൻപേ കണ്ടിട്ടാണ് അവർ 3 monthsലേക്ക് ടൈം ഫ്രെയിം കൂട്ടിയിരിക്കുന്നത്. അപ്പം പേടിക്കേണ്ട കാര്യമില്ല, നിങ്ങൾ സേഫാണ്. നിങ്ങൾ നഴ്സിംഗ് കൗൺസിൽ ആപ്ലിക്കേഷൻ വൺസ് പേയ്മെൻറ്റ് ചെയ്ത് ഇട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സേഫാണ്. നിങ്ങൾ ക്ഷമയോടെ കാത്തിരിക്കുക. അപ്പോൾ അതിൽ പ്രഷർ എടുക്കേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങൾക്ക് കേസ് മാനേജർ അസൈനായി നിങ്ങൾക്ക് കിട്ടുന്ന DL പഴയ ക്യാപ്പിൻ്റെ പാത്വേ തന്നെയായിരിക്കും. അപ്പോൾ നിങ്ങൾ ക്ഷമയോടെ കാത്തിരിക്കുക. അപ്പോൾ ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. നമ്മുടെ ജൂലൈ 1 തൊട്ട് ഒരു അപ്ഡേഷൻ കൂടി നഴ്സിംഗ് കൗൺസിൽ വന്നിട്ടുണ്ടായിരുന്നു. കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ അതിനെപ്പറ്റി ഒരു സ്പെഷ്യലായിട്ടുള്ളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇപ്പോൾ എന്തായാലും വന്ന സ്ഥിതിക്ക് അപ്പോൾ അതുകൂടെ പറഞ്ഞിട്ട് നിങ്ങൾക്കൊരു ഇൻഫർമേഷൻ തന്നിട്ട് പോയേക്കാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ജൂലൈ 1 മുതൽ നഴ്സിംഗ് കൗൺസിലിലെ ആപ്ലിക്കേഷൻ ഇട്ടിരിക്കുന്ന എല്ലാവർക്കും കൾച്ചർ ബേസ്ഡ് ആയിട്ടുള്ള 2 ഓൺലൈൻ കോഴ്സുകൾ ചെയ്യണം. ഒരു ഓൺലൈൻ ലേണിംഗ് പോലെയുള്ള കൾച്ചർ ബേസ് ചെയ്തിട്ടുള്ള 2 കോഴ്സ് ചെയ്യണം. അപ്പോൾ അത് നിങ്ങൾക്കൊക്കെ അറിയാവുന്നതായിരിക്കും. നഴ്സിംഗ് കൗൺസിൽ ജൂലൈ 1 മുതൽ ആപ്ലിക്കേഷൻ ഇട്ടിരിക്കുന്ന എല്ലാവർക്കും അത് ചെയ്യണം. അതെപ്പോഴാണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങളുടെ രജിസ്ട്രേഷന് മുമ്പായിട്ട് ചെയ്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇപ്പോൾ ചെയ്യാം. അതല്ല, നിങ്ങൾ ഏതെങ്കിലും ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ വന്ന് ക്യാമ്പ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കൊരു ട്യൂട്ടർ ഉണ്ടാകും. ആ ട്യൂട്ടറിൻ്റെ അസിസ്റ്റൻസോട് കൂടി ചെയ്യാം. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ ചെയ്യാം. ഇപ്പം ഞാൻ പറയുകയാണെങ്കിൽ വൺസ് ഇവിടെ വന്നു കഴിയുമ്പോൾ നിങ്ങൾക്ക് കൾച്ചറിനെ പറ്റി കുറച്ച് അറിവുണ്ടായിരിക്കും. അവരുടെ ഇൻസ്ട്രക്ഷനോടുകൂടി ചെയ്യുകയാണെങ്കിൽ ചെയ്ത് അത് നഴ്സിംഗ് കൗൺസിലിൻ്റെ സൈറ്റിൽ അപ്ലോഡ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് നല്ല ഒരു ബെനിഫിറ്റാണ്. അതിനെപ്പറ്റി നല്ല അറിവുണ്ടായിരിക്കും. അത് മണ്ടേറ്ററി ആയിട്ട് രജിസ്ട്രേഷന് മുമ്പായിട്ട് ചെയ്തിരിക്കണം. പിന്നെ അപ്പോൾ നിങ്ങൾക്കൊരു സംശയം ഉണ്ടായിരിക്കും, ജൂലൈ 1 മുമ്പുള്ള ആൾക്കാർ ചെയ്യണമെന്ന്. ജൂലൈ 1 മുമ്പ് നഴ്സിംഗ് കൗൺസിലിൽ ആപ്ലിക്കേഷൻ ഉള്ളവർ ചെയ്യാൻ അവർ മണ്ടേറ്ററി ആയിട്ട് പറയുന്നില്ല, പക്ഷേ അവർ റെക്കമെൻഡ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ എന്നോട് ചോദിക്കുകയാണെങ്കിൽ അത് ചെയ്തിരിക്കുന്നതാണ് നല്ലത് എന്നേ ഞാൻ പറയുള്ളൂ. കാരണം നിങ്ങൾ ന്യൂസിലൻഡിൽ ജോലി ചെയ്യാനുള്ള ആൾക്കാരാണ്. അപ്പോൾ ഇവിടുത്തെ കൾച്ചറും ഇവിടുത്തെ രീതികളും എങ്ങനെയൊക്കെയാണെന്ന് മനസ്സിലാക്കാനായിട്ട് നിങ്ങളത് ചെയ്യുന്നത് നല്ലതായിരിക്കും. അപ്പം അതും കൂടെ ഒന്ന് ചെയ്ത് സൈറ്റിൽ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് രജിസ്ട്രേഷന് യാതൊരു പ്രശ്നമില്ല. രജിസ്ട്രേഷൻ കിട്ടി എത്രയും പെട്ടെന്ന് നിങ്ങൾ ന്യൂസിലൻഡിൽ ഒരു RN ആയിട്ട് വർക്ക് ചെയ്യാനായിട്ട് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ അപ്ഡേഷൻസിനെ പറ്റിയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ സംസാരിച്ചിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും ക്ലിയർ ആയിട്ട് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇതിൻ്റെ ഒരു ലിങ്ക് തീർച്ചയായിട്ടും ഞാൻ വീഡിയോയുടെ കൂടെ ഇടുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് കയറി ചെക്ക് ചെയ്യാവുന്നതാണ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ക്ലാരിഫൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇനി അടുത്ത ഒരു അപ്ഡേഷനായിട്ടുള്ള ഒരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ.